ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഉമ്മാക്ക് 2-3 കമ്മൽസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് 2-3 മോതിരവും കുലുസും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിനകത്തായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു കുട്ടി ഷോപ്പിങ്ങിനായിട്ടുള്ള വ്ളോഗാണ് കേട്ടോ, ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പം അത് ആദ്യം തന്നെ നമ്മൾ പോയത് നമ്മൾ ഉമ്മാക്ക് മേക്കാതിൻ്റെ കമ്മൽ, അതായത് സ്റ്റഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. സ്റ്റഡിൻ്റെ കമ്മലും അങ്ങനെ ഞാനാണെങ്കിൽ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് എനിക്കിഷ്ടപ്പെട്ട, ഉമ്മാക്കും ഇഷ്ടപ്പെട്ട ഒരു കമ്മലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പൂവിൻ്റെ ഒരു കമ്മലായിരുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടു, ഉമ്മാക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കുറേ നേരം നോക്കി ആ സാധനം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മൾ പറഞ്ഞ കമ്മൽ എനിക്കിഷ്ടപ്പെട്ടൊരു കമ്മലാണെന്ന് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയാണെങ്കിൽ തൊട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഏത് കമ്മലാണെന്നും. നമ്മൾ ഇതേപോലെ തന്നെ നോക്കിയായിരുന്നു. ഉമ്മച്ചിയെ മറുവശത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടത് ഈ കമ്മൽ അല്ല, ഇതല്ല, നമ്മൾ അടുത്തതാണ്. ഇതില്ല കേട്ടോ. നമ്മൾ ഇത് കണ്ടോ, ഈ ഞാൻ തൊട്ട് കാണിക്കുന്നത് അതാണ് കേട്ടോ ഉമ്മാക്ക് മേടിച്ചത്. അടിപൊളി സെറ്റായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അങ്ങ് മേടിച്ചു കേസ്. അതാണ് കേട്ടോ മേടിച്ചത്. അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. അങ്ങനെ എന്തൊക്കെയാണ് ആ ചേച്ചി ഇടുന്നുണ്ട്. അപ്പോഴത്തേക്കിനെ ബാക്കി കമ്മൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വേണോ ഇനി വേറെ എന്തെങ്കിലും കിട്ടുമോ വിചാരിച്ചിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഉമ്മച്ചി അതെടുത്തു കേട്ടോ. അപ്പോൾ ഞാനും പറഞ്ഞു അത് തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അതെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ഉമ്മച്ചി ഉമ്മാക്കും എനിക്കും ഇഷ്ടപ്പെട്ടൊരു കമ്മൽ തന്നെയാണ് എടുത്തത്. അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കുറേ നേരം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ആ ചേച്ചി ബാക്കിയുള്ള എല്ലാം കൂടി നമ്മൾ ഇരുന്ന ടപ്പയ്ക്കകത്ത് തന്നെ പറക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കമ്മലാണ് കേട്ടോ എടുത്തത്. അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് റിങ്ങിൻ്റെ കളക്ഷൻ. റിങ്ങാണ് കേട്ടോ. നമുക്ക് 2 പേർക്കും കൂടി എടുക്കാനായിട്ട് നമുക്ക് 2 പേർക്കും എടുക്കണം റിങ്. അതിന് വേണ്ടിയിട്ട് റിങ്ങിൻ്റെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോയി ഗൈസ്. കുറേ റിങ് ഇങ്ങനെ തട്ടിയിട്ടേക്കുന്നതാണ്. അപ്പം എനിക്കാണെങ്കിൽ എന്തൊരു ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഞാൻ എൻ്റെ ഇടയിൽ കൂടി കൈ ഇടുന്നുണ്ട് കേട്ടോ. നോക്കി എനിക്ക് ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് കൈ ഇട്ടില്ല. അങ്ങനെ ഞാനാണെങ്കിൽ ക്യാമറ കുറച്ച് നേരം ഓഫാക്കി വെച്ചിട്ട് കുറേ നേരം നോക്കി. ഉമ്മാക്ക് ഈ ഐ ലവ് യുവിൻ്റെ മോതിരവും പിന്നെ വേറൊരു മോതിരവും മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി 2 എനിക്കാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ നമ്മൾ നല്ല നോക്കിക്കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതേപോലെ തന്നെ എനിക്ക് കയ്യിലിടാൻ വേണ്ടിയിട്ടൊരു ചെയിനാണ് കേട്ടോ. ഈ ഫസ്റ്റ് കിടക്കുന്നുണ്ടോ ആ ചെയിനാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. കുറേ കുഞ്ഞു മുത്ത് ഗോൾഡിൻ്റെതും കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അതേപോലെ തന്നെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് കിടക്കുന്നുണ്ടോ അതാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇതല്ല, ഫസ്റ്റ് ഇതെടുത്തില്ലേ നമ്മൾ നല്ല അടിപൊളി ഒരു കിച്ചനായിരുന്നു കേട്ടോ എടുത്തത്. ഉമ്മാക്ക് ഈ പൂവിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ല നൈസായിട്ട്. പക്ഷേ അത് എന്താണ് മുത്തൊക്കെ ഇളകിപ്പോയതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചു. ചേച്ചിയുടെ കയ്യിരിക്കുന്നുണ്ടോ അതാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ എൻ്റെ കയ്യിലിട്ട് തരികയാണ്. നോക്കണ്ടേ നമുക്ക് ഭംഗിയുണ്ടോയെന്ന്. അങ്ങനെ നമ്മൾ എൻ്റെ കയ്യിലിട്ടപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഇത് തന്നെ മതിയെന്ന്. നമുക്ക് ഞാൻ കാണിച്ചു തരാവേ കയ്യിലിട്ടത്. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കണ്ടേ. അങ്ങനെ തന്നെ ആട്ടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ക്യാമറ ഇങ്ങോട്ട് തിരിക്കാൻ മറന്നുപോയി. ഇനി നമുക്ക് ക്യാമറയുടെ മുന്നിൽ ഇത്തിരി നേരം കാണിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇറക്കി വെക്കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാണിക്കണ്ടേ. ഇതാണ് എൻ്റെ കീച്ചെയിൻ. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വൈറ്റ് ഗോൾഡിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് വരുന്നതാണ് കേട്ടോ മേടിച്ചത്. പിന്നെ അതേപോലെ തന്നെ ഇനി നമുക്ക് നോക്കേണ്ടത് ഉമ്മാക്ക് താഴെ ഇടുന്ന നോർമൽ കമ്മലുണ്ടല്ലേ, നോർമൽ കമ്മൽ അത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഉമ്മാടെ എല്ലാം ഒടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഉമ്മാടെയാണ് കേട്ടോ എല്ലാം കുഴപ്പം. എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനെങ്കിലും കുറേ നേരം നോക്കി അടിപൊളി ഒരു ലവിൻ്റെ കമ്മൽ കണ്ടു കേട്ടോ. അപ്പം ഇതങ്ങ് എടുത്തു. അടിപൊളിയായിരുന്നു. ഉമ്മാക്കിത് ഇതേപോലെ തൂങ്ങിക്കിടക്കുന്ന കമ്മലൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് അതും കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇനി നമുക്ക് നോക്കേണ്ടത് കുലുസാണ് ഗൈസ്. കുലുസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാം ഇഷ്ടപ്പെട്ടു, എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുലുസാണ് കേട്ടോ. കുലുസും മോതിരവും. അങ്ങനെ നമ്മൾ കുലുസെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് കുലുസില്ല എന്നല്ല, കുലുസുണ്ടെന്നാലും അത് പൊട്ടിച്ച് കളഞ്ഞേക്കുവാണ് ഞാൻ. അതുകൊണ്ട് അതിൻ്റെ ഒരു പെരുന്നാളിനിടാൻ വേണ്ടിയിട്ട് ഒരു കുലുസ് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണിലൊരു കുലുസ് പെട്ടു കേട്ടോ. അത് ആണെങ്കിൽ ലാസ്റ്റ് കാണിക്കാം. അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറേ നോക്കി അപ്പോഴാണ് ആ ചേച്ചി ഒരു കുലുസെടുത്ത് തന്നത് കേട്ടോ. ഒരു അടിപൊളി കുലുസ്. അവിടെ നിന്ന് ആ ചേച്ചി എടുക്കാൻ പോയതേ ഉള്ളൂ കേട്ടോ ഈ കുലുസ്. അങ്ങനെ ആ ചേച്ചിയാണെങ്കിൽ ഒരു കുലുസെടുത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞു. ഉമ്മച്ചിക്കാണെങ്കിലും അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിയും പറഞ്ഞു ഉമ്മാക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു ഒരു കുലുസ് കേട്ടോ. ഈ കളർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ കീച്ചേൻ്റെ അതേ കളർ തന്നെയാണ്. നോക്കണ്ട, കീച്ചേൻ്റെ അതേ കളർ തന്നെയാണ്. കണ്ടോ, അതാണ് കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു. വൈറ്റും ഗോൾഡും കൂടി വന്നിട്ടുള്ളത്. പക്ഷേ എനിക്കിത് ഇഷ്ടമല്ല. എന്തല്ലേ. ഇനി നമുക്ക് കുലുസിൻ്റെത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഒരു നെയ്സ് കുലുസാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. നെയ്സ് കുലുസ് ഒരു കാലിൽ നല്ലപോലെ നെയ്സായിട്ട് എടുക്കുന്ന കുലുസാണ് കേട്ടോ എനിക്ക് ഇഷ്ടം. അപ്പം ആ ചേച്ചിയുടെ കയ്യിരിക്കുന്നുണ്ടോ ഗൈസ്, അതാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ നോക്കിയപ്പോഴത്തേക്ക് കുറേ വൈറ്റ് മുത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ ഉമ്മച്ചി പറഞ്ഞു അത് വേണ്ട, മുത്ത് പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചിയുടെ കയ്യിരിക്കുന്നതാണ് കേട്ടോ എനിക്ക് മേടിച്ചത്. എനിക്കത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നോക്കിയേ കണ്ടോ, ആ ചേച്ചിയുടെ കയ്യിരിക്കുന്നുണ്ടോ ഗൈസ്, അതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ആ ചേച്ചി ഇങ്ങനെയൊക്കെ കറക്കുന്നുണ്ട് കേട്ടോ. കറക്കിയിട്ട് അത് അഴിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടിപൊളിയായിരുന്നു അങ്ങനെ കറക്കുന്ന കാണാനും. അങ്ങനെ കണ്ടോ, ഇതാണ് കേട്ടോ ആ ചേച്ചി എടുത്തത്. ഇതാണ്ട് കുലുസ്. ഇതാണ് കേട്ടോ എൻ്റെ കുലുസ്. ഞാൻ മേടിക്കാൻ പോകുന്നത് കുലുസ് കേട്ടോ. അടിപൊളിയായിരുന്നു. അത് ഇങ്ങനെ കുരുക്കൊക്കെ അയച്ച് എൻ്റെ കാലിലൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്ത കുലുസ്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അവരെല്ലാം കൂടി ഒരു പെട്ടിനകത്ത് ഇട്ടിട്ട് ഒരു തുണ്ടും കൂടി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന എന്താ ഡിസ്കൗണ്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും തലയിൽ കയറില്ല, ഉമ്മാക്ക് എന്തെങ്കിലും തലയിൽ കയറി. അങ്ങനെ ഞാൻ എൻ്റെ മോതിരത്തിൽ നിന്ന് 2 മോതിരം എനിക്ക് ആഴ്ചയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടതാണ് കേട്ടോ. വീട് വരെ ഉണ്ടായിരുന്നുള്ളൂ, വീട് വരെ ഊരി വെച്ചു. വീട് കഴിഞ്ഞ് പിന്നെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഉമ്മച്ചി മുട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. മുട്ടയും മേടിച്ച് നമ്മളിപ്പോൾ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തെറ്റിപ്പോയി, വീടല്ല ഇനി പോണത് നമ്മൾ ചെരുപ്പടയിലോട്ടാണ് കേട്ടോ, ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഷൂ അല്ല, എനിക്കൊരു കെട്ടുവള്ളി ചെരുപ്പ് വേണമായിരുന്നു കേട്ടോ. എനിക്ക് സിംലയിൽ നിന്ന് നമ്മൾ മറ്റേ ലോങ് വീഡിയോ ഇട്ടപ്പം അതിനകത്ത് നമ്മൾ ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. ബട്ട് എനിക്ക് ആ ചെരുപ്പ് മാത്രമല്ല, എനിക്ക് കെട്ടുവള്ളി എല്ലാ വർഷത്തെ പെരുന്നാളിനും എനിക്ക് കെട്ടുവള്ളിയാണ് കേട്ടോ മേടിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം അതും കൂടി മുടക്കാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കെട്ടുവള്ളിയും കൂടി മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിപ്പം കടയുടെ അകത്തോട്ട് വന്നു. നമ്മൾ ആദ്യം ഈ ഷോപ്പിൽ 2-3 തവണ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഞാൻ മുകളിൽ കയറിയിട്ടില്ല കേട്ടോ. മുകളിലും ഉണ്ട് ഇനി, അപ്പം ഇതുവരെ കയറിയിട്ടില്ല. അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഒരു അടിപൊളി ചെരുപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി ചെരുപ്പ് എടുത്തു. എനിക്ക് ആ ചെരുപ്പിൻ്റെ വീഡിയോസോ ഇറങ്ങുന്ന വീഡിയോസോ ഡീറ്റെയിൽസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഷൂവിൻ്റെ ആ കടയിൽ അകത്ത് കയറിയപ്പോൾ തന്നെ നമ്മൾ കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത വീഡിയോ വരുന്ന വീഡിയോയ്ക്ക് എന്നത്തെയും പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോ വരെ ബൈ.